19 വർഷത്തെ പ്രവാസത്തിന് വിരാമം. തസ്ലീമ നസ്രീൻ കൊൽക്കത്തയിലേക്ക് മടങ്ങിയെത്തുന്നു. ഭയത്തിന്റെ നാളുകളിൽ ജീവനും കൊണ്ട് പലായനം ചെയ്തത് 2007-ൽ. കൊൽക്കത്തയിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും മാറ്റത്തിന്റെ കാറ്റും. ബംഗ്ലാദേശി എഴുത്തുകാരിയും സ്ത്രീപക്ഷവാദിയുമായ തസ്ലീമ നസ്രീൻ 19 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊൽക്കത്ത നഗരത്തിലേക്ക് മടങ്ങിയെത്തുന്നു. വരാനിരിക്കുന്ന ഓഗസ്റ്റ് 1-ന് കൊൽക്കത്തയിൽ സംഘടിപ്പിക്കുന്ന മതമൗലികവാദ വിരുദ്ധ സാഹിത്യ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അവർ വീണ്ടും ബംഗാളിന്റെ മണ്ണിൽ കാലുകുത്തുന്നത്. പശ്ചിമ ബംഗാളിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും BJP സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് തസ്ലീമയുടെ ഈ പുനരാഗമനം എന്നത് രാഷ്ട്രീയ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സെക്യുലർ മിഷൻ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ബംഗ്ലാദേശ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഫൗണ്ടേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് കൊൽക്കത്തയിലെ പ്രശസ്തമായ രബീന്ദ്ര സദനിലേക്ക് തസ്ലീമയെ ക്ഷണിച്ചിരിക്കുന്നത്. ചടങ്ങിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും പങ്കെടുക്കുമെന്നാണ് സൂചനകൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയുള്ള തസ്ലീമയുടെ പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ ക്ഷണമെന്ന് സംഘാടകർ വ്യക്തമാക്കുന്നു. ഇസ്ലാമിലെ യാഥാസ്ഥിതിക നിലപാടുകളെയും സ്ത്രീവിരുദ്ധതയെയും രൂക്ഷമായി വിമർശിച്ചതിന്റെ പേരിൽ സ്വന്തം നാടായ ബംഗ്ലാദേശിൽ നിന്നും 1994-ൽ നാട് കടത്തപ്പെട്ട തസ്ലീമയ്ക്ക് പിന്നീട് അഭയം നൽകിയത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. പക്ഷേ തന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ബംഗാളി സംസ്കാരത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച അവർ 2004-ൽ കൊൽക്കത്തയിൽ താമസം ആരംഭിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അവരുടെ വിവാദ നോവലായ ദ്വിഖണ്ഡി തോ പുറത്തു വന്നതോടെ കൊൽക്കത്തയിൽ കടുത്ത പ്രതിഷേധങ്ങൾ അരങ്ങേറി. തുടർന്ന് 2007 നവംബറിൽ നഗരത്തിൽ വൻതോതിൽ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ക്രമസമാധാന നില പൂർണ്ണമായി തകരുകയും ചെയ്തു. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ഒടുവിൽ സൈന്യത്തെ പോലും തെരുവിലിറക്കേണ്ടി വന്നു. മതമൗലികവാദ ഗ്രൂപ്പുകളുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി അന്നത്തെ ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ പുസ്തകം നിരോധിക്കുകയും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി തസ്ലീമയോട് കൊൽക്കത്ത വിട്ടുപോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ആ കണ്ണീരണിഞ്ഞ പലായനത്തിന് ശേഷം ഇന്നേക്ക് 19 വർഷങ്ങൾ പിന്നിടുന്നു. ഇടതുപക്ഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന തൃണമൂൽ കോൺഗ്രസ് സർക്കാരും തസ്ലീമയുടെ പുസ്തകത്തിനുള്ള നിരോധനം തുടരുകയാണ് ചെയ്തത്. മുൻപ് ഭരിച്ചിരുന്ന 2 സർക്കാരുകളും ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിച്ചതെന്നും അതുകൊണ്ടാണ് തസ്ലീമയ്ക്ക് കൊൽക്കത്തയിലേക്ക് മടങ്ങിവരാൻ സാധിക്കാതിരുന്നതെന്നും BJP വക്താക്കൾ ആരോപിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾക്കനുസൃതമായി ഇന്ത്യയിൽ താമസിക്കുന്ന സ്വീഡിഷ് പൗരത്വമുള്ള തസ്ലീമയ്ക്ക് രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാൻ നിയമപരമായ തടസ്സങ്ങളില്ല. മുൻകാല സർക്കാരുകൾ മതമൗലികവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. തസ്ലീമയ്ക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന് സംഘാടകരിൽ ഒരാളായ മോഹിത് റോയ് വ്യക്തമാക്കി. എല്ലാ പ്രതികൂല ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഒടുവിൽ തസ്ലീമ മടങ്ങി വരുമ്പോൾ അത് കേവലം ഒരു എഴുത്തുകാരിയുടെ സന്ദർശനം മാത്രമല്ല, മറിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും മതേതര ചിന്തകളുടെയും വലിയൊരു തിരിച്ചുവരവ് കൂടിയായി മാറുകയാണ്. സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും ഓഗസ്റ്റ് 1-ലെ ചടങ്ങുകൾ നടക്കുകയെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.